ബംഗാൾ മുഖ്യമന്ത്രിയും ടി.എം.സി അധ്യക്ഷയുമായ മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി. ചിദംബരം. കഴിഞ്ഞ ദിവസം വൈകിട്ട് ബംഗാൾ സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. 40 മിനിറ്റോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ ലോക്സഭയിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ചയായെന്നാണ് സൂചന. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള പാർലമെന്റ് ആദ്യ സമ്മേളനത്തിനായി ജൂൺ 24 ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് ചിദംബരത്തിന്റെ ഈ സന്ദർശനം. കോൺഗ്രസ് കഴിഞ്ഞാൽ സമാജ്വാദി പാർട്ടിയും തൃണമൂലുമാണ് ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും വലിയ പാർട്ടികൾ. പ്രതിപക്ഷ നേതൃസ്ഥാനം, പാർലമെന്റിലെ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായെന്നാണ് സൂചന. ടി.എം.സിയുടെ കൂടെ പിന്തുണയോടെ രാഹുൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ താൽപര്യം. രാഹുൽ പ്രതിപക്ഷ നേതാവാകുന്നതിൽ മമതയ്ക്ക് താൽപര്യമില്ലെന്നാണ് സൂചന. ബംഗാളിൽ അവരുടെ പാർട്ടി 29 സീറ്റുകൾ നേടിയതിനു ശേഷം മമതാ ബാനർജി ഒരു കോൺഗ്രസ് മുതിർന്ന വ്യക്തിയുമായി നേരിട്ട് നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണ് ഇത്. ബംഗാളിൽ കോൺഗ്രസ് മാൾഡ സൗത്തിൽ നിന്ന് മാത്രം വിജയിച്ചപ്പോൾ മമതയുടെ കടുത്ത വിമർശകനും 5 തവണ എംപിയുമായിരുന്ന അധിർ ചൗധരി ബഹ്റാംപൂരിൽ പരാജയപ്പെട്ടിരുന്നു. തിരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിച്ചുവെങ്കിലും ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പമാണെന്ന നിലപാടാണ് ഫലം പുറത്തു വന്നതിനു ശേഷവും മമതാ ബാനർജി സ്വീകരിച്ചത്. ടി.എം.സി ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ ഇന്ത്യ സഖ്യ യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ സഖ്യത്തിലെ മറ്റു പാർട്ടികളായ എസ്.പി, എ.എ.പി നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. കൊൽക്കത്തയിലേക്ക് മടങ്ങുന്നതിനു മുൻപ് ഉദ്ധവ് താക്കറെയെ കാണാൻ അദ്ദേഹം മുംബൈയിലേക്ക് പോകുകയും ചെയ്തു. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള ദൂതൻ എന്ന നിലയിൽ ബാനർജിയുമായി സംസാരിക്കാൻ ചിദംബരത്തോട് ആവശ്യപ്പെട്ടുവെന്നാണ് ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹമോ ബാനർജിയോ കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. രണ്ട് മുതിർന്ന രാഷ്ട്രീയക്കാർ പരസ്പരം കണ്ടുമുട്ടിയാൽ രാഷ്ട്രീയം തന്നെയായിരിക്കും എപ്പോഴും പ്രധാന അജണ്ട എന്നാണ് ഒരു മുതിർന്ന ടി.എം.സി നേതാവ് പറഞ്ഞത്. ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൗധരിയും തൃണമൂലും തമ്മിലുള്ള നീണ്ടു നിൽക്കുന്നതും രൂക്ഷവുമായ രാഷ്ട്രീയ പോരാട്ടത്തിന് ശേഷം മഞ്ഞൊരുക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമം കൂടിയായിരുന്നു കൂടിക്കാഴ്ചയെന്നാണ് വൃത്തങ്ങൾ പറയുന്നത്. എന്നിരുന്നാലും വരുന്ന ജൂലൈ 10 ബംഗാളിൽ നടക്കുന്ന നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ തൃണമൂലിനെ നേരിടാൻ കോൺഗ്രസും CPM-ഉം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. ജൂലൈ 3 സമാപിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തോടൊപ്പമാണ് ബംഗാളിലെ ഉപതിരഞ്ഞെടുപ്പ്.